ഞങ്ങൾ പത്രം നോക്കുന്നവരാണ്. ഞങ്ങൾ പത്രങ്ങളിൽ ചിലപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതനുസരിച്ച് അതിന്റെ വേണ്ട കാര്യം ചെയ്യുന്നവരുമാണ്. നിങ്ങൾ ഓർക്കണം, എന്താണ് ഞങ്ങളുടെ നിലപാട്? എന്താ ഞങ്ങളുടെ നിലപാട്? പലവരും പ്രഖ്യാപിച്ചതാ. കേട്ടോളൂ. ഈ പറഞ്ഞ ജലീൽ സാഹിബിനെ പങ്കെടുപ്പിച്ച പരിപാടി വെറും മനോരമയിൽ മാത്രമല്ല, മാധ്യമത്തിലുണ്ട്. അത് തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ കേന്ദ്രമന്ത്രി അഹമ്മദിന് ഗോബേക്ക് വിളിക്കുകയും മലപ്പുറം ജില്ലയിലെ SKSSF മനുഷ്യജാലികയിൽ ലീഗ് വിരുദ്ധനായ KT ജലീൽ MLA പങ്കെടുപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് ലീഗ് നേതാക്കൾ തിരിച്ചറിഞ്ഞതും സമസ്തയുമായി തിരക്കിട്ട് അനുരഞ്ജന ചർച്ചകൾക്ക് തുടക്കമിട്ടതും ഇതോടെയാണ്. ഇന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ അഹമ്മദ് സാഹിബിന് SKSSF-നേക്കാൾ വയസ്സില്ലേ? SKSSF ഉണ്ടായത് എപ്പോഴാണ് നമുക്ക് ഓർമ്മയില്ലേ? ഈ അഹമ്മദ് സാഹിബ് ബാഫക്കി തങ്ങളുടെ കൂടെ ലീഗിൽ പ്രവർത്തിച്ച വ്യക്തിയല്ലേ? അദ്ദേഹത്തെക്കാൾ വലിയ ഒരു ലീഗ് പ്രേമം നിങ്ങൾക്ക് എവിടുന്ന് വന്നു? എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് ഗോബേക്ക് വിളിച്ചില്ലേ? നിങ്ങളുടെ സംസ്കാരം എവിടെ പോയി? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് പരിപാടികൾ ക്ഷണിക്കുമ്പോൾ വന്ന വ്യക്തിയല്ലേ അദ്ദേഹം? നിങ്ങളെ ഭയപ്പെട്ടിട്ട് സിറാജുലുദയിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ട് വരുമെന്ന് എന്നോട് ഉറപ്പ് പറഞ്ഞിട്ട് വരാൻ കഴിയാത്ത വ്യക്തിയല്ലേ അദ്ദേഹം? ആ ഒരു നന്ദിയെങ്കിലും നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതില്ലായിരുന്നു? എന്നിട്ട് എന്നോട് ഖേദത്തോടെ അദ്ദേഹം ഉണർത്തിയതല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, അഹമ്മദ് സാഹിബിനെതിരെ നിങ്ങൾ ഗോബേക്ക് വിളിച്ച റിപ്പോർട്ട് പത്രത്തിൽ വായിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ ജലീലിനെ പങ്കെടുപ്പിച്ചതും അതേ റിപ്പോർട്ടിൽ തന്നെ വന്നില്ലേ? ഇനിയും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലീഗ് പ്രേമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ പ്രസംഗിച്ച എന്താണ്? ഇതൊരു പത്രത്തിന്റെ റിപ്പോർട്ടാണ്. ഇതിലെ വിഷയം എന്താണ്? മാധ്യമം. അതെ, ജനുവരി 29. ഇതിലെന്താ പറയുന്നത്? ലീഗിന്റെ സുന്നി ഐക്യം സമസ്ത മുശാവറ തള്ളി. നിങ്ങളും ലീഗും തമ്മിലുള്ള ബന്ധം എന്താ? ലീഗിനെ തള്ളലല്ലേ നിങ്ങൾ ഏർപ്പാട്? ലീഗിനെ കൊള്ളലാണോ നിങ്ങൾ ഏർപ്പാട്? പിന്നെ എന്തിന് നിങ്ങൾ ലീഗിന്റെ നേതാക്കന്മാർ ഇദ്ദേഹത്തിന് എന്തിനു താങ്ങുന്നു എന്ന് പറയുന്നു? താങ്ങാൻ നിങ്ങൾ പറ്റാത്തത് കൊണ്ടല്ലേ? നിങ്ങൾ അവരെ തള്ളുന്നവരല്ലേ, കൊള്ളുന്നവരല്ലല്ലോ. ഇനി കൊള്ളുന്നവരെ കിട്ടുമോ എന്നവർ ചിന്തിച്ചാൽ അവർ കുറ്റക്കാരാണോ? ഞങ്ങൾ 4 പേരെ കെട്ടാമെന്നല്ലേ ഞങ്ങൾ പഠിപ്പിച്ചത്? 1 മാത്രമേ കെട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ചിലപ്പോ ഇരിക്കട്ടെ. പക്ഷെ എപ്പോഴും ആദ്യത്തെ ഭാര്യ സമ്മതിച്ചിട്ടേ 2ാം കല്യാണം കഴിക്കാവൂന്ന് വിചാരിച്ചാൽ ഒരു ഭർത്താവിനും 2ാം കല്യാണം കഴിക്കാൻ കഴിയില്ല കേട്ടോ. അത് സ്വാഭാവികമാണ്. അത് ഭർത്താവായവർ ആണത്വത്തോട് ആലോചിക്കേണ്ട വിഷയമാണ്. എനിക്കൊന്നുകൂടി കെട്ടാൻ അധികാരമുണ്ടോ എന്നത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ എത്ര മാനമായിട്ടാണ് ശിഹാബ് തങ്ങളോട് പെരുമാറിയത്. പത്രം തന്നെ വായിക്കുന്നു. ഇതേതാണ് പത്രം? ഫെബ്രുവരി 1 ഞായർ. ഇതിനെന്താ പറയുന്നത്? കാന്തപുരം ഉസ്താദ്, ഇത് ഞങ്ങളെ സമസ്ത മുശാവറ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച ആ പത്രസമ്മേളനത്തിലെ റിപ്പോർട്ടാണ്. സുന്നി ഐക്യത്തിന് AP വിഭാഗം തയ്യാർ. കാന്തപുരം സുന്നികൾ ഐക്യപ്പെടണമെന്നാണ് ഞങ്ങൾ ആശയം. നിങ്ങൾക്കതിൽ യോജിപ്പില്ലേ? നിങ്ങൾക്ക് ഭൗതിക താല്പര്യമാണെന്ന് ജനം വിലയിരുത്തും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്ലാഹിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് നടക്കണം. അതാണ് ഹൈറായ സംസാരം. ഖുർആനിന് വിരുദ്ധമായ എന്ത് സുന്നി? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിലെന്താ ഉള്ളത്? ഐക്യമെന്നാൽ ലയനമെന്ന തെറ്റിദ്ധാരണ ആർക്കും വേണ്ടെന്നു കാന്തപുരം. ഇതിലെ റിപ്പോർട്ട് ഞാൻ മനോരമ വായിക്കുകയാണ്. പാണക്കാട് ശിഹാബ് തങ്ങൾ സുന്നി ഐക്യത്തിനു വേണ്ടി AP വിഭാഗത്തെ സമീപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരാഹ്വാനം ഉണ്ടായാൽ സാഹചര്യം നോക്കി പ്രതികരിക്കും. ഞങ്ങൾ തള്ളുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. തള്ളിയത് നിങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞ സാഹചര്യം നോക്കി പ്രതികരിക്കുമെന്ന് ഞങ്ങളെ നേതാക്കൾ പറഞ്ഞത്. അതാണ് മാന്യത. ഇനിയും കേട്ടോളൂ. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താ? ഞങ്ങൾ എപ്പോ പറഞ്ഞതാണിത് എന്നും പറയുന്നത് കേട്ടോ. ഇത് ഫെബ്രുവരി 1 ഞായർ. എപ്പോഴായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ്? എപ്പോഴായിരുന്നു? മാർച്ച് 16, ഏപ്രിൽ 16. ഏത് 16? ഏപ്രിൽ 16. അതെ, ഏപ്രിൽ 16. ഈ ഏപ്രിൽ 16 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നിങ്ങൾ നോക്കൂ, ജനുവരി 1 റിപ്പോർട്ട്. നമുക്ക് വല്ലപ്പോഴും മാറ്റമുണ്ടോ എന്ന് ആലോചിക്കണമല്ലോ. അതിനാൽ കേട്ടോളൂ. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്നതാണ് സമസ്തയുടെ നിലപാട്. രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. മുൻ നിലപാടെങ്കിൽ ഇത്തവണയും LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ അർത്ഥമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സമസ്തക്ക് രാഷ്ട്രീയമില്ലെന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്.
അങ്ങനെയാണ് ഞങ്ങൾ ജനറൽ സെക്രട്ടറി കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നാണ്. രാഷ്ട്രീയമുണ്ടെന്നല്ല, അത് എന്നും പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അതേസമയത്ത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും, അത് സ്വാഭാവികമാണ്. അതെല്ലാവരും ഗുണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. അത്രയേ ഉള്ളൂ. ആരും ദോഷം ചെയ്യാതിരിക്കുക. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മിസ്കാല ദർറത്ത് ഗുണം ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാവും. കാരന്തൂരിലേക്കൊന്ന് വന്നാൽ, ഒന്ന് കാന്തപുരത്തോളം വന്നാൽ, അതുപോലെ സുന്നി നേതാക്കളോട് ചർച്ചക്ക് വന്നാൽ മിസ്കാല ദർറത്ത് ഖൈറാവും, അതിന് മാത്രം ഖൈറുണ്ടാവും. സ്വാഭാവികമാണ്. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ.